Hi students, St. Joseph's College Devagiri UG Admission 2021 ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 23 പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഒരു സ്റ്റുഡന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലെ സെഗ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നമുക്കുണ്ടാവുക ഷുവർ ലിസ്റ്റ് എന്നും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഉണ്ടാവുക. ഒപ്പം ഓരോ ലിസ്റ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിനോടൊപ്പം തന്നെ പ്രിഫറൻസും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും മാർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോളേജിൽ അഡ്മിഷൻ റിസർവേഷൻസ് എന്ന് പറയുന്നത് എയ്ഡഡ് പ്രോഗ്രാമുകൾക്ക് കമ്മ്യൂണിറ്റി മെറിറ്റ്, അതായത് RC/SC-കാർക്കുള്ള കമ്മ്യൂണിറ്റി മെറിറ്റ് SC, SD, PH ഇത്രയാണ് ഉണ്ടാവുക. സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ് ആണെങ്കിൽ SC, ST, ETB, മുസ്ലിം, OBH, OBX, LC ആൻഡ് PH ഇത്രയാണ് സാധാരണഗതിയിൽ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിൽ ഉണ്ടാവുക. ഇനി ഷുവർ ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റുകാരെയാണ് നമ്മൾ ഷുവർ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന എല്ലാവരുടെയും അഡ്മിഷൻ നടക്കുന്നത് പ്യുവർലി ഓൺലൈൻ ആയിട്ടായിരിക്കും. അതിൽ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് തരത്തിലുള്ള അപ്ഡേഷൻസ് ഉണ്ടെങ്കിലും അത് വെബ്സൈറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്. ഷുവർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരവരുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 ഓഗസ്റ്റ് 1 മണിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിങ്ങൾ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു ഗൂഗിൾ ഫോമിലാണ് നമ്മൾ ഇത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റെസ്പോൺസ് മെയിൽ സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു റെസ്പോൺസ് മെയിൽ വന്നിരിക്കണം. ആ റെസ്പോൺസ് മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 26 1 മണിക്കുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ക്ലെയിം, ആ ഒരു പ്രോഗ്രാമിനുള്ള നിങ്ങളുടെ അഡ്മിഷന്റെ ക്ലെയിം കംപ്ലീറ്റ്ലി ക്യാൻസൽഡ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുന്ന ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ ദയവായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. റെസ്പോൺസ് മെയിൽ വന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം. ആദ്യമേ തന്നെ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, അത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രിന്റ് ഔട്ട്, എഡിറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്, ആ ആപ്ലിക്കേഷൻ ഫോം ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ്, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസോ അല്ലെങ്കിൽ ബോണസ് മാർക്കോ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ NSS, NCC, എക്സ് സർവീസ്, സ്കൗട്ട്സ്, ഗൈഡ്സ്, SPC, ആർട്സ് തുടങ്ങിയ എന്തെങ്കിലും തരത്തിലുള്ള ബോണസ് മാർക്ക് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എയ്ഡഡ് പ്രോഗ്രാമുകളിൽ ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾ ഉണ്ടാവാം. അവരുടെ കാറ്റഗറികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും SC, ST, OEC, OBCH, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഫീ കൺസെഷന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് തുടങ്ങിയവര് നിർബന്ധമായിട്ടും അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയിലാണ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിങ്ങളുടെ പേര് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ആ പാരിഷ് പ്രീസ്റ്റിന്റെ ലെറ്ററും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നീട് നിങ്ങൾ ഈ SC, ST കാറ്റഗറികളിൽ പെടുന്നവരാണെങ്കിൽ അവർ 3 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. SC, ST, OEC, OBC കാറ്റഗറികൾ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂട്ടത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 കൊല്ലവും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങും ആണ്. പക്ഷേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 3 കൊല്ലത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഫീ കൺസെഷൻ ക്ലെയിം ചെയ്യുന്ന ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നീട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെറിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പാരിഷ് പ്രീസ്റ്റിന്റെ ലെറ്റർ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇനി PH കാറ്റഗറി അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ക്ലെയിം ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവരുടെ, അതായത് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഈ കൂട്ടത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൽ കൃത്യമായിട്ട് ഞാൻ ആ പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട്. അത് മെഡിക്കൽ ബോർഡ് പറഞ്ഞിരിക്കുന്ന പെർസെന്റേജ് ആണ്. ആ പെർസെന്റേജ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ SSLCയുടെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ ഫീസ്, അത് മെസ്സേജ് ആയിട്ടായിരിക്കും ആ ഫീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ ഫോണിലേക്ക്
ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ്, വാട്സപ്പ് മെസ്സേജ് ഒന്നുമല്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫീ ഡീറ്റെയിൽ പറയുന്നുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കോളുകളും ഉണ്ടാവാം. എന്തായാലും മെസ്സേജുകൾ നിങ്ങൾ ത്രൂ ഔട്ട് വ്യൂ ചെയ്യേണ്ടതാണ്. അതിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഫീസ് അടച്ചതിന് ശേഷം ആ റെസിപ്റ്റും നിങ്ങൾ ഈ ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇത്രയും ഞാൻ പറഞ്ഞത് ഷുവർ ലിസ്റ്റുകാരെ കുറിച്ചാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അതായത് നിലവിൽ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് ആണ്, സീറ്റ് ഉറപ്പിക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ഓൺവേർഡ്സ് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റുകാരെ ആയിരിക്കും വിളിച്ചു തുടങ്ങുന്നുണ്ടാവുക. അവരുടെ നമുക്ക് ഓൺലൈൻ അഡ്മിഷൻ തന്നെയാണ് നടക്കുന്നുണ്ടാവുക. പക്ഷേ അവരിൽ ആരൊക്കെയാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ എലിജിബിൾ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്നോണം നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ഡേഷൻസ്, ആരൊക്കെയാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് റാങ്ക് തൊട്ട് ഏത് റാങ്ക് വരെ എന്നത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ടാവുക വെബ്സൈറ്റിലാണ്. അതുകൊണ്ട് ഡെയിലി നിങ്ങൾ വെബ്സൈറ്റ് വാച്ച് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഷുവർ ലിസ്റ്റുകാർ ചെയ്തതുപോലെ തന്നെയാണ്. വലിയ പ്രൊസീജിയറിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആകെ ഒരു ചെറിയ മാറ്റമുള്ളത് അതേ ഡോക്യുമെന്റ്സ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഗൂഗിളിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും, അതും വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വേണം, അതിന്റെ ഗൂഗിൾ ലിങ്കിൽ കയറിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ചാൻസ് ലിസ്റ്റിൽ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 2 or 3 ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾ ചാൻസ് ലിസ്റ്റിൽ ഉണ്ടാവാം. അവരൊക്കെ നിങ്ങളോട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ അത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു റെസ്പോൺസ് മെയിൽ നിങ്ങൾക്ക് തിരിച്ചു വരും, സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന്. അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഉറപ്പാക്കാൻ പാടുള്ളൂ നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആണെന്നുള്ളത്. ഇനി അതല്ല, അങ്ങനെ ഒരു മെയിൽ നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി സബ്മിറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന അവിടെ ഒരു ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ടൈം ഷെഡ്യൂൾ, ഇന്ന ടൈമിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണമെന്ന്. ആ ടൈമിനുള്ളിൽ അപ്ലോഡിങ് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലുള്ള അഡ്മിഷൻ ക്ലെയിം നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ആ പ്രോഗ്രാമിന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ നിന്ന് ഔട്ടായി പോകുന്നതായിരിക്കും. പിന്നീട് ഇതിന്റെ ഈ ചാൻസ് ലിസ്റ്റിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ സീറ്റ് കൺഫർമേഷൻ വരുന്നത് ഫീസ് അടയ്ക്കാൻ പറയുന്നതിനോട് അനുബന്ധമായിട്ടാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ കൃത്യമായിട്ടും സീറ്റിന്റെ വേക്കൻസീസിനനുസരിച്ച് നമ്മൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പൊ എത്ര സീറ്റുകളാണോ വേക്കൻസി ഉള്ളത് ആ സീറ്റിനനുസരിച്ച് ആദ്യത്തെ റാങ്കുകളിലുള്ളവരെ നമ്മൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കും. ആ ഫീസ് അടയ്ക്കാനുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ, അതായത് നിങ്ങൾക്ക് സീറ്റ് കൺഫേംഡ് ആണെന്നുള്ളത്. പിന്നീട് നിങ്ങൾ ഫീസ് അടയ്ക്കുക. അതും ഒരു കറക്റ്റ് ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അതിനുള്ളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ വീണ്ടും ക്യാൻസൽ ആവുന്നതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതിനുള്ള റീസൺസ് ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ അതോടുകൂടി ക്യാൻസൽ ആയി പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ ആ ഫീ റെസിപ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൽ നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഇമെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫീ റെസിപ്റ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ അതിലേക്ക് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നിങ്ങൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഇനി ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഷുവർ ലിസ്റ്റിൽ പെട്ട ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, അതായത് ഷുവർ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ 5 പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. ആ 5 പ്രിഫറൻസിൽ 3ാമത്തെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ദേവഗിരി കോളേജിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3ാമത്തെ പ്രിഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അത് തീർത്തും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ തീർത്തും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തെ പ്രിഫറൻസും 2ാമത്തെ പ്രിഫറൻസും കിട്ടുന്നിടം വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഷുവറിറ്റി ഒന്നുമില്ല, അത് നിങ്ങൾക്ക് കിട്ടും എന്നതിന് ഷുവറിറ്റി ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ആ 2 ക്ലെയിമുകളും ക്യാൻസൽ ആവില്ല. അതായത് 1ാമത്തേതും 2ാമത്തേതും റീറ്റെയിൻഡ് ആയിരിക്കും. ആ 2 എണ്ണത്തിനും നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ 4ാമത്തേതും 5ാമത്തേതുമായിട്ടുള്ള പ്രിഫറൻസുകൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3ാമത്തെ പ്രിഫറൻസിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വന്നതുകൊണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1ഉം 2ഉം നിങ്ങൾക്ക് അവിടെ റീറ്റെയിൻഡ് ആണ്. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് കയറിയിട്ട് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് 1ാമത്തേലും 2ാമത്തേലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേക്കൻസീസ്. ഓക്കെ, ഓൾറെഡി ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ UG അഡ്മിഷൻ 2021 എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് 2
ടാബുകൾ കാണാം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്നും ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നും. ആദ്യമേ നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കയറി നോക്കാം. നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് UG അഡ്മിഷൻ 2021 ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് കാണാം. എല്ലാ സബ്ജക്റ്റുകളുടെയും റാങ്ക് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറികളും, ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന എല്ലാ റിസർവേഷൻ കാറ്റഗറികളുടെയും റാങ്ക് ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് ഇപ്പം BA എക്കണോമിക്സിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കുക, ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ ജനറൽ കാറ്റഗറികളെ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് കുറച്ച് ആളുകളുടെ ഷുവർ ലിസ്റ്റ് എന്നും താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും കാണാവുന്നതാണ്. അപ്പൊ ഈ ഷുവർ എന്ന് പറയുന്നത് സീറ്റ് കൺഫേംഡ് ആയിട്ടുള്ളവരുടെ കാറ്റഗറിയാണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ആ സീരിയൽ നമ്പർ ആണ് നിങ്ങളുടെ റാങ്ക് നമ്പർ. അപ്പം ഓപ്പൺ മെറിറ്റിലെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീരിയൽ നമ്പറിൽ നിങ്ങളുടെ പേരിന് നേർക്ക് വരുന്ന നമ്പറാണ് നിങ്ങൾ റാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നും നെയിമോ ഇൻഡെക്സ് മാർക്ക് പ്രിഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ 5 പ്രിഫറൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ BA എക്കണോമിക്സ് ചിലപ്പോൾ 3ാമതായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 1ാമതായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതാണ് പ്രിഫറൻസ് നമ്പർ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി താഴോട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലും ഇതേ കാറ്റഗറി, ഇതേ സെഗ്മെന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. വെയിറ്റിംഗ് ലിസ്റ്റിലും സീരിയൽ നമ്പർ കാണാം. ആ സീരിയൽ നമ്പർ ആണ് വെയിറ്റിംഗ് ലിസ്റ്റിലെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്ന കുട്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ 1ാമതായിട്ടാണ് കിടക്കുന്നത്. അതിനർത്ഥം ഷുവറിലല്ല, വെയിറ്റിംഗിലാണ്. ആ കുട്ടി വെയിറ്റ് ചെയ്യണം, സീറ്റ് കൺഫേംഡ് അല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാ കാറ്റഗറികൾക്കും നമ്മുടെ കോളേജിൽ ഏതൊക്കെ റിസർവേഷൻ കാറ്റഗറികളുണ്ടോ അതിലെല്ലാം തന്നെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നിർബന്ധമായിട്ടും റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങളുടെ റാങ്ക് എത്രാമത്തതാണ്, ഷുവർ ലിസ്റ്റിലാണോ വെയിറ്റിംഗിലാണോ, അത് ഏത് കാറ്റഗറിയിലാണ് ഷുവറിൽ, ഏത് കാറ്റഗറിയിലാണ് വെയിറ്റിംഗിൽ എന്നത് കൃത്യമായിട്ടും നോട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ടാബിലേക്ക് പോകാം. ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഷുവറിൽ കിടക്കുന്ന കുട്ടികൾ മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷുവർ ലിസ്റ്റിലുള്ളവർ മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പെടുക. അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഞാൻ ആ സ്ലൈഡ് സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി അതിനുശേഷം ഡോക്യുമെന്റ്സിന്റെ ഒക്കെ വാലിഡിറ്റിയെ കുറിച്ചും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഓഫ് ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ അക്കൗണ്ടിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. ഇനി അടുത്ത ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ കാണാം. എയ്ഡഡ് പ്രോഗ്രാമും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകൾ ഏത് റാങ്ക് തൊട്ടിട്ട് ഏത് റാങ്ക് വരെ ഉള്ള കുട്ടികൾക്കാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനും ഫീസ് അപ്ലോഡ് ചെയ്യാനുമുള്ള പെർമിഷൻ ഉള്ളത്. അതാണ് ആ കറക്റ്റ് റാങ്ക് നമ്പർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓപ്പൺ മെറിറ്റില് BA ഇംഗ്ലീഷിൽ റാങ്ക് നമ്പർ 1 തൊട്ടിട്ട് റാങ്ക് നമ്പർ 16 വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ നിലവിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനുമുള്ള ക്ലെയിം ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബാക്കി കമ്മ്യൂണിറ്റി മെറിറ്റിലാണെങ്കിലും 1 to 5 വരെയുള്ളവരെ, SC മെറിറ്റ് ആണെങ്കിൽ 1 to 8, അങ്ങനെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളിലെയും നമ്മൾ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനും പറ്റുക എന്നത് കൃത്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഷുവർ ലിസ്റ്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയാണ്. നാളെ നമ്മൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ്, അതായത് 26-ാം തീയതി 1 മണി വരെയാണ് നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റുകാർക്ക് ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുമുള്ള സമയമുള്ളത്. അതിനുശേഷം ഈ പറയുന്ന ടേബിൾ കംപ്ലീറ്റ്ലി മാറും. ഈ ടേബിൾ മാറിയിട്ട് അവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് വരികയും ആ സെക്കൻഡ് അലോട്ട്മെന്റിൽ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ നമ്പറുകളായിരിക്കും, റാങ്ക് നമ്പർ ആയിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് എല്ലാ ദിവസവും ഈ പറയുന്ന ടേബിളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷന്റെ കൺഫർമേഷൻസ് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഡെയിലി നിങ്ങൾ വെബ്സൈറ്റ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടാബുകളും കാണാം. നിങ്ങളുടെ പേര് ഏത് പ്രോഗ്രാമിലെ ഷുവർ ലിസ്റ്റിലാണോ നിലവിലുള്ളത് ആ പ്രോഗ്രാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ BA എക്കണോമിക്സിലാണ് നിങ്ങളുടെ പേരുള്ളതെങ്കിൽ നിങ്ങൾ ആ BA എക്കണോമിക്സിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് അവേ നിങ്ങൾ മൂവ് ചെയ്യുന്നത് ഒരു ഗൂഗിൾ ഫോമിലേക്കായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയില്
കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഏതാണ് അത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താനുള്ള റെസ്പോൺസ് മെയിൽ ഈ പറയുന്ന ഇമെയിലിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ CAP ID കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തുന്നത് ഏതോ അതായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും തെറ്റിപ്പോകാൻ ഇടവരുത്തരുത്. പിന്നീട് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, യു ആർ ഇൻക്ലൂഡഡ് ഇൻ ഷുവർ ലിസ്റ്റ്. ഇവിടെ നിങ്ങളുടെ പേര് ഷുവർ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. കാരണം ഇത് ഫസ്റ്റ് അലോട്ട്മെന്റിനുള്ള കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നാളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാറും. യു ആർ ഇൻക്ലൂഡഡ് ഇൻ ചാൻസ് ലിസ്റ്റ് എന്നുള്ള രീതിയിലേക്കായിരിക്കും പോകുക. അതുകൊണ്ട് ഗൂഗിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഓൺവേർഡ്സ് മാറാവുന്നതാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നിലവിൽ ഷുവർ ലിസ്റ്റിലുള്ള ഈ പറയുന്ന ഏത് ഷുവർ ലിസ്റ്റിലാണോ, ഓപ്പൺ മെറിറ്റിലാണോ, കമ്മ്യൂണിറ്റി മെറിറ്റിലാണോ, SCയിലാണോ, STയിലാണോ, അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണോ, ഏത് ഷുവർ ലിസ്റ്റിലാണോ നിങ്ങൾ പെട്ടിരിക്കുന്നത് ആ കാറ്റഗറിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു കാറ്റഗറിയും നിങ്ങൾ ഇവിടെ എഴുതാൻ പാടില്ല. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഏത് ഷുവർ ലിസ്റ്റിലാണോ പെട്ടിരിക്കുന്നത് ആ കാറ്റഗറി ഇവിടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ ഷുവറിൽ കിടക്കുന്ന കാറ്റഗറി, അതിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പം ജനറൽ മെറിറ്റിലായിരിക്കും, ഓപ്പൺ മെറിറ്റിലായിരിക്കും നിങ്ങളുടെ പേരുണ്ടാവും. ഓപ്പൺ മെറിറ്റിൽ 8ാമത്തെ റാങ്ക് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ 8 എന്നതാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി അതല്ല നിങ്ങൾ SC ലിസ്റ്റിലാണ് നിങ്ങൾ ഷുവർ ആയിട്ടുള്ളതെങ്കിൽ SCയിൽ 3ാമത്തേലാണ് കിടക്കുന്നതെങ്കിൽ 3 എന്ന് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഏത് കാറ്റഗറിയാണോ അത് കൃത്യമായിട്ട് ആ റാങ്കാണ് നിങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് അടുത്തതായിട്ട് പോകുന്നത്, ഞാൻ ഓൾറെഡി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഡോക്യുമെന്റ്സ് ഓരോന്നായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിംഗിൾ PDF ആയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. എത്ര ഡോക്യുമെന്റ്സ് ഉണ്ടോ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി 11ഓളം ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, എല്ലാം ഒന്നും നിങ്ങൾക്ക് ബാധകമാവണമെന്നില്ല. നിങ്ങളുടെ കൈവശമുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണോ അതെല്ലാം കൂടെ ഒരു സിംഗിൾ PDF ആയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പം നിങ്ങൾ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നിങ്ങളുടെ പേര് ഷുവർ ലിസ്റ്റിലുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് കോളുകൾ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ നമ്പറിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രീവൻസുകളും കൂടെ നിങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ TC ഇല്ല, TC നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഫോൺ വരുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറായിരിക്കും നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക. ഫോൺ വരുമ്പോൾ നിങ്ങൾ ആ ടീച്ചറിനോട് പറയുക, എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ മാത്രമേ TC കിട്ടുകയുള്ളൂ എന്നത് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇനി ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾ കൃത്യം ഈ 26-ാം തീയതി 1 മണിക്കുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ പ്രോഗ്രാമിലെ അഡ്മിഷൻ ക്യാൻസൽഡ് ആവുന്നതായിരിക്കും. ഡോക്യുമെന്റ്സിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് JPG ഇമേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റെസ്പോൺസ് റിസീവ്ഡ് എന്നോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നോ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് വന്നു എന്ന് ഉറപ്പുവരുത്തുക. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഈ പറയുന്ന ഗൂഗിൾ ഫോം സബ്മിഷൻ ഫെയിലിയർ ആയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വീണ്ടും അത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പം എല്ലാം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഫൈനലി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഡെയിലി നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കാരണം എന്താ, അതിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ നമ്പർ തൊട്ട് ഏതൊക്കെ നമ്പർ വരെയുള്ളവർ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നീട് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അഡ്മിഷൻസ്, ആ പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ ക്യാൻസൽഡ് ആവുന്നതായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് തൊട്ടിട്ട് എല്ലാവരും വെബ്സൈറ്റ് വളരെ വ്യക്തമായിട്ട് നോക്കുക. ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നോക്കി നിങ്ങളുടെ റാങ്ക് പൊസിഷൻ എവിടെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ താങ്ക് യു സോ മച്ച്.